രാജ്യമായി നിറയണമേ. ഓരോ പാട്ടിനും പിന്നിലുമുണ്ട് പറയാത്ത ഒരു കഥ. ഓരോ വരിക്കും പിന്നിലുമുണ്ട് പങ്കുവയ്ക്കാൻ ഒരുപാട് ഓർമ്മകൾ. ഇന്നലെകൾ തന്ന വേദനകൾ, പാട്ടും വർത്തമാനവും ഇഴചേരുന്ന അപൂർവ നിമിഷങ്ങൾ, നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഈണങ്ങൾ. നിൻഗീതം പോലെന്നെ നടത്തണേ. ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഒരു സംഗീത വിരുന്ന്, ഹൃദയതാളം. ദൈവം നമുക്ക് ഒത്തിരി താളന്തകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ താളന്തകൾ തിരിച്ചറിയാതെ നാം പോയിട്ടുണ്ടാകും. പക്ഷേ ഈശോ തന്നെ പലപ്പോഴായി ഇത് തിരിച്ചറിയാനുള്ള ഒരു അവസരങ്ങളും നമ്മുടെ ലൈഫിൽ തരാറുണ്ട്. പാട്ടുപാടാനുള്ള താലന്ത് ഈശോ നൽകിയതാണെന്ന് മനസ്സിലാക്കി അത് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു അനുഭവ സാക്ഷ്യം തന്നെയാണ്. ഇന്നത്തെ ഹൃദയതാളത്തിൻ്റെ എപ്പിസോഡിൽ തൻ്റെ ഗോഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എത്തുന്നത് പ്രിയപ്പെട്ട അൻസൻ ചേട്ടനാണ്. ഏറ്റവും സ്നേഹത്തോടെ അൻസൻ ചേട്ടനെ നമ്മുടെ ഹൃദയതാളത്തിൻ്റെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ദുരിതങ്ങൾ മാത്രമേ ഭൂവിലെന്ന് കരുതി ഞാൻ ദൈവത്തെ പഴിച്ചുപോയി. ദുരിതങ്ങൾ മാത്രമേ ഭൂവിലെന്ന് കരുതി ഞാൻ ദൈവത്തെ പഴിച്ചുപോയി. എൻ ദുഃഖമെല്ലാം പേറുന്നതെന്നാഥനാണെന്നറിയുന്നിതാ. എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണ് അറിയുന്നിതാ. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഹായ് ചേട്ടാ. ഹലോ ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ചേച്ചി അനീത്തിയാണ്, പിന്നെ ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതാണ് വീട്ടില്. കുഞ്ഞുങ്ങളൊക്കെ പാടുവോ?
ആ ഒരു പീക്കിരികളാണ്, ചെറിയ പീക്കിരികളാണ്. അവർ ഒരാൾ LKG, ഒരാൾ പ്ലേ ക്ലാസ്സിലേക്ക് വരുന്നു. പക്ഷേ പാടും, പാടണമല്ലോ. യെസ് യെസ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ജേണി ചെറുപ്പം തൊട്ട് പാട്ട് പാടുന്ന ആളായിരിക്കണമല്ലോ ഒബ്വിയസ്ലി. ചേട്ടൻ്റെ ഒരു ബേസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ പാടി വന്ന് പിന്നെ ഇങ്ങനെ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്ത ആളാണോ? അതോ ഒരു പ്രസൻറ്റും പാസ്റ്റൊക്കെ പറയാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ചെറുപ്പത്തിലെ പാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടുമായിരുന്നു. ശരിക്കും വീട്ടിൽ എന്നെ അമ്മ ഇങ്ങനെ ഒത്തിരി, ഞങ്ങളുടെ പള്ളീനകത്തൊക്കെ ഉണ്ടാവില്ല നമ്മുടെ കുടുംബ വാർഷികം അങ്ങനെയൊക്കെ പറയുമല്ലോ, ശരിക്കും അവിടെയൊക്കെ എന്നെ തള്ളിയൊക്കെ വിടുമായിരുന്നു. തള്ളി വിടും, നീ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ, അങ്ങനെയൊക്കെ പാടുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു പാട്ടുകാരനാവണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടായിരിക്കും എൻ്റെ ലൈഫ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജേണി എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കൽ പോലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. സാധാരണ എല്ലാവരും കാണുന്ന പോലെ വലുതാവണം, പഠിക്കണം, ജോലി ചെയ്യണം, അങ്ങനത്തെ ഒരു മേഖലയായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ഞാനിങ്ങനെ വരുവാനും ഇങ്ങനെയൊക്കെ ആകുവാനായിട്ട് എൻ്റെ എല്ലാ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ മ്യൂസിക്കലി അല്ലാതെ തന്നെ ഈശോയെ അറിയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ചെറുപ്പം തൊട്ടിലെ അങ്ങനെ ഒരു ഗോഡ് എക്സ്പീരിയൻസിൽ, ഇപ്പം നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ ഈശോ നന്നായിട്ട് അറിഞ്ഞ്, കാരണം ഇന്നിപ്പോൾ ഈ പാട്ട് പാടുന്ന കേൾക്കുമ്പം ഭയങ്കരമായിട്ട് ഈശോനെ അങ്ങ് സ്നേഹിച്ച് പാടുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്ക് വന്നത് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു മോൾഡ് ചെയ്ത് വന്നതാണോ, അതെയോ ഈ പറയുന്ന ടേണിംഗ് പോയിന്റിന് ശേഷമാണോ ഇത് സംഭവിച്ചത്? ശരിക്കും എൻ്റെ ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു അൾത്താര സംഘത്തിലുണ്ടായിരുന്നു, ഓൾട്ടർ ബോയ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഞാനത് കഴിഞ്ഞ് ഓൾട്ടർ ബോയ് ആയിരിക്കെ തന്നെ ഞാൻ ഗായക സംഘത്തിൽ കയറി. അതിനൊപ്പം തന്നെ ഞാൻ KCYM കയറി. പിന്നെ ഞാൻ KCYM കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജീസസ് യൂത്തിലേക്കാണ് പിന്നെ ഒരു എൻട്രി. പക്ഷേ ജീസസ് യൂത്ത് എൻട്രി എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് എൻട്രി ആയിരുന്നു. ശരിക്കും എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത് മുഴുവൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് പാസ്റ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു ഭയാനകമായ ചിന്തകളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഈശോനറിയാത്ത നാളുകളിൽ ഞാൻ ആ സമയത്തൊക്കെ നമുക്ക് ഏതൊക്കെ മേഖലയിൽ സഞ്ചരിക്കാൻ പറ്റുമോ ആ മേഖലയിലൊക്കെ സഞ്ചരിച്ച് മാക്സിമം എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വന്നൊരു ആളാണ്. പിന്നെയാണ് തമ്പുരാൻ അറിയുന്നതും, പിന്നെയാണ് തീരുമാനങ്ങൾ മാറുന്നതും, വലിയ വലിയ അനുഭവങ്ങളൊക്കെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഈശോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു സോങ് ആയാലോ ഇപ്പോൾ? തീർച്ചയായിട്ടും. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ? എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ?
ആക്ച്വലി കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു പാട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നപ്പോഴേ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഈ പറയുന്ന പോലെ നമ്മളും ഒറ്റപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ നമ്മളെ കളിയാക്കി, അങ്ങനെ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലേ വെറുതെ ഇരിക്കുമ്പം ഈ പാട്ട് പണ്ട് തൊട്ടേ നമ്മൾ ഈ കേട്ട് പരിചയമുള്ള പാട്ടാണ്. പക്ഷേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ മനസ്സിൽ വരുന്നൊരു പാട്ടായത്. ഈ കറക്റ്റ് ഈ ലൈന്, ആരൊക്കെ നിന്നെ, കറക്റ്റ് ഈ ലൈനാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ഒരു പഴയൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്ക് അത് പോയി, ഭയങ്കരമായിട്ട് കണക്റ്റായി എനിക്കത്. ശരിക്കും ഇപ്പോൾ നമുക്ക് ശരിക്കും ഇത് ഒത്തിരി പേരെ ടച്ച് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളിങ്ങനെ പ്രോഗ്രാംസിലൊക്കെ ഇപ്പോൾ സ്കൂൾസിലും കോളേജിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ അവിടെ നമ്മൾ റിട്രീറ്റ് ചെയ്യും, നോൺ ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഈ സെക്യുലർ പ്രോഗ്രാം. പക്ഷേ നമ്മളവിടെ ഇതൊരു ദൈവം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം, എല്ലാവരും ഒരു ദൈവവിശ്വാസിയാണ്. അപ്പം ഞാൻ അവിടെ പോകുമ്പോഴത്തേനും ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതായത് ഈ പാട്ട് തുടങ്ങുമ്പോൾ, ഈ വരി തുടങ്ങുമ്പോഴത്തേനും ആ ഒരു ക്യാമ്പസ് മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിലിരിക്കുന്ന എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ നോൺ ക്രിസ്ത്യൻസ് പോലും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള സോങ്ങാണ്, ചേട്ടാ അതൊന്ന് പാടും. ശരിക്കും ഈ പാട്ട് ഭയങ്കര അതൊരു ഫീലാണ്. ശരിക്കും ദൈവത്തിൻ്റെ ഭയങ്കര ഒരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അതെ. അപ്പോൾ ജീസസ് യൂത്തിലൂടെ ഗ്രാൻഡ് എൻട്രി ഒക്കെ നടത്തി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അൻസൻ ചേട്ടൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിൽ മാത്രമല്ല, പല രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞു അല്ലേ, ദൈവത്തിൻ്റെ കൃപയാൽ. യെസ്. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഇതിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഈശോയിനെ അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്ത് പിടിച്ചു. അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു ടേൺ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീസസിനെ കണ്ടിട്ടില്ല, ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് പാട്ട് പാടണം. അതിനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ജീസസ് യൂത്ത്. പിന്നെ ഞാൻ ആ സമയത്ത് ജീസസിൻ്റെ വലിയ ആരാധനകളില്ലെങ്കിലും ഞാൻ MJ ആരാധകനായിരുന്നു. MJ എന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സൺ ആയിരുന്നു ഞാൻ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടിയ ആരാധകനായിരുന്നു. അപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ കുറേ വീഡിയോസും അല്ലെങ്കിൽ അതും പുള്ളിക്കാരൻ്റെ പോലെ ആക്ട് ചെയ്യും, പാടും, അങ്ങനെയൊക്കെ നടന്ന് റോക്ക് സ്റ്റാർ ആവണമായിരുന്നു. ഓഫ് കോഴ്സ് എനിക്ക് പുള്ളിക്കാരൻ്റെ ഒരു ഗ്രാൻഡ് ഉണ്ടായിരുന്നു, ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തുള്ള പോലെ തന്നെ ഞാൻ വരുമ്പോഴത്തേനും എല്ലാവരും വാഫ് അങ്ങനെ ഇങ്ങനെ, അതായിരുന്നു എൻ്റെ സ്വപ്നം. ശരിക്കും ഇൻസ്പയർഡ് ആയത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് വരുന്നത്. അങ്ങനെ കുറച്ച് നാൾ ജീസസ് യൂത്തിലൊക്കെ വന്നു. ഞാൻ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങി. ജീസസ് യൂത്തിൽ നിന്ന് ഞാൻ ധ്യാനങ്ങൾക്കും ആരാധനകൾക്കും അങ്ങനെ ജീസസ് യൂത്ത് പ്രോഗ്രാമുകൾക്കൊക്കെ ഞാൻ പാടാനൊക്കെ തുടങ്ങി. പക്ഷേ എൻ്റെ ഉള്ളിൽ ജീസസ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീസസിന് അത്ര വലിയ സ്ഥാനമൊന്നുമില്ല. എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് പരീക്ഷയ്ക്ക് പാസ്സാക്കിപ്പിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ എൻ്റെ ലൈഫിൽ ദൈവം എന്ന് പറഞ്ഞാൽ. ഞാനപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഇൻഫെക്ഷൻ വന്നു, ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. സാധാരണ നമുക്ക് വരാതെ ഹോം റെമഡീസൊക്കെ നോക്കി, പക്ഷെ അതിലൊന്നും മാറിയില്ല. അപ്പോൾ ഇൻഫെക്ഷനിൽ എനിക്ക് ഭയങ്കര പെയിനായി, അപ്പോൾ സൗണ്ടിന് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പോൾ അവരെനിക്കൊരു ആൻറ്റിബയോട്ടിക് 1 വീക്ക് ആൻറ്റിബയോട്ടിക് തന്നു. ഞാനത് കഴിച്ചു. പക്ഷെ അത് മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു 1-2 ആഴ്ച, ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീണ്ടും കൊച്ചിയിലൊരു ക്ലിനിക്കിൽ പോയി. പക്ഷെ അവിടെ ഇങ്ങനെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് ഇങ്ങനെ നോക്കി. പക്ഷേ അവർക്കും വലിയ സംഭവം എന്താണെന്ന് പെടുത്തും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ ഒരു ചേട്ടൻ വഴി ഞാൻ അറിയാണ് ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നല്ലൊരു ലാറിങ്കോളജിസ്റ്റിനെ കാണണം, നമുക്ക് ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു വലിയൊരു ഫേമസ് ഹോസ്പിറ്റലിൽ ഒരു ഫേമസ് ഡോക്ടറാണ്. ഞാൻ ആൾക്കൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു. അവിടെ ചെന്ന് വീണ്ടും അവരിങ്ങനെ ട്യൂബൊക്കെ ഇറക്കി, പ്രാവശ്യം മൂക്കിക്കോടൊക്കെ ക്യാമറയൊക്കെ ഇറക്കി അവരിങ്ങനെ നോക്കി. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ അടുത്തൊരു പാട്ടൊക്കെ പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ, കുറേ ഡോക്ടർമാരും കുറേ നഴ്സുമാരൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാനൊരു പാട്ട് പാടുന്നത് ഞാനൊരു യേശുവേ കരുണാമയനെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഞാനതാ പാടി അതിനകത്തൊരു ഹൈ പോർഷൻ ഉണ്ട്, യേശുവേ കരുണാമയനെ എന്നുള്ള ഇത്തന പോർഷൻ വരുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി, ഞാൻ കണ്ണൊക്കെ ബൾജ് ചെയ്താകെ എനിക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ അതിനു മുമ്പേ തന്നെ എൻ്റെ വോയിസ് ഓൾമോസ്റ്റ് എല്ലാം പോയിരുന്നു. എനിക്ക് സംസാരിക്കാൻ പോലും ഒരു 2 മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് വോയിസ് കട്ടാവും, കാറ്റ് മാത്രമാവും. ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നവർക്ക് ഞാൻ ഇവിടുന്ന് എന്താ പറയുന്നതെന്ന് പോലും കേൾക്കാൻ പറ്റാണ്ട് അത്രയ്ക്കും സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ അത് ഡയഗ്നോസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ആൻസൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസൻ്റെ റൈറ്റ് സൈഡിൽ വോക്കൽ കോഡിനെ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വോക്കൽ കോഡ് മൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് എല്ലാം പാരലൈസ്ഡ് ആണ്. പാരലൈസ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അത് ഡെഡായി പോയി. അതായത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അത് ഇനി ഒരു 90-98% ഡെഡാണ്. കാരണം അതിലൊട്ടും മൂവ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലുള്ള ചെറുതായിട്ട് മൂവ് ചെയ്യുന്നെങ്കിലും റൈറ്റ് സൈഡിലുള്ളത് അങ്ങനെ മൂവ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ഡിസ്ലൊക്കേഷനും ഉണ്ട്. അതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാൻ, അത് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യും, അതിങ്ങനെ മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ സമയത്ത് ഞാൻ കേട്ടു ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്താണ്, നമ്മളൊരു പനി വരുന്നു, ഒരു മരുന്ന് കഴിക്കുന്നു, പനി മാറുന്നു, ഇതേ കൂട്ടം എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താണ്? ഡോക്ടർ ആൻസൺ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ ഇതിനങ്ങനെ ഒരു
ഭയങ്കര ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇമ്പോസിബിൾ ആണോയെന്ന് വെച്ചാൽ ചിലപ്പോൾ പക്ഷേ ആൻസറിന് ഒരിക്കലും ബാക്ക് ടു പഴയൊരു സൗണ്ടിലേക്ക് ആൻസറിന് എത്താൻ പറ്റത്തില്ല. നമ്മളൊരു സർജറി മൂവ് ആണെങ്കിൽ എൻ്റെ അടുത്തൊരു 1 വീക്ക് കഴിയുമ്പോഴത്തേനും വരാൻ പറഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ ഇത് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും നമുക്ക് സർജറി പോയേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാനത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഞാൻ ഇവിടെ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ഞാനെടുത്തു. സ്കാനിങ് റിപ്പോർട്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞു ബിഗിനിങ് സ്റ്റേജൊക്കെ സ്റ്റീറോയിഡൊക്കെ ഇഞ്ചെക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ബിഗിനിങ് സ്റ്റേജ് അല്ല, കഴിഞ്ഞിരിക്കുകയാണ്, ചത്തുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ അത് മേ ബി ചിലപ്പോൾ CA പോകാനൊക്കെ ചാൻസ് ഉള്ളതാണ്. ഇങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, എല്ലാം ഡാമേജായി, സെൽസൊക്കെ ഡാമേജായിട്ട് ഇങ്ങനെ CA പോവും. അപ്പോൾ ഞാനിത് കേട്ട് ഞാനപ്പോൾ എനിക്കറിയത്തില്ല അത് പ്രോപ്പറായിട്ടുള്ളൊരു ഇതായിരുന്നു എന്നറിയില്ല. ഞാനതൊക്കെ മനസ്സിൽ കയറ്റി വെച്ചേക്കാണ്. എൻ്റെ സെൽഫ് കോൺഫിഡൻസൊക്കെ പോയി. അതായത് ഞാനിനി ആൻസറിങ് ഒന്നിനും കൊള്ളത്തില്ല. എൻ്റെ സ്വപ്നങ്ങളൊക്കെ മാറി. സ്വപ്നങ്ങളെന്ന് വെച്ചാൽ സ്വപ്നങ്ങളൊക്കെ കണ്ടതൊക്കെ വെറുതെ ആയെന്നൊക്കെ തോന്നി. വീട്ടിൽ ഞാനും എൻ്റെ റൂമും രാത്രികളും കരഞ്ഞ രാത്രികൾ, അങ്ങനെയായിരുന്നു ഒരു സമയം. ശരിക്കും നമ്മളിങ്ങനെ ചിന്തിച്ചില്ലേ, നമ്മളിങ്ങനെ വചനത്തിലൊരു സംഭവം പറയുന്നുണ്ട്. അതായത് ഈ നീതിമാന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ പെട്ടെന്ന് കർത്താവ് കേൾക്കും, ഒരു അനർത്ഥം ഉണ്ടാക്കില്ല. സങ്കീർത്തനം പറയുന്നത് തൊട്ടടുത്ത വചനം ശരിക്കും അതിനോട് കണക്ട് ചെയ്തിട്ടാണ്. പക്ഷേ ഈ വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്കും കർത്താവ് സമീപസ്ഥനാണ്. എനിക്കറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കിരിക്കണം. അപ്പോൾ ഈ വചനം പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഞാൻ തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണേ. അങ്ങനെ ഞാനിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി. ഞാൻ ഈ തോന്നലിനെയാണ് ദൈവത്തിൻ്റെ സ്വരം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. തോന്നൽ എങ്ങനെയായിരുന്നു? ആൻസൺ, നീ ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു, അൾത്താരയോട് ചേർന്ന് നിന്നു, കായിക സംഘത്തിലുണ്ടായിരുന്നു, KCYM-ലുണ്ടായിരുന്നു, ജീസസ് യൂത്ത് ആയിരുന്നു. ബട്ട് ഇതിലൊന്നും ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തിയിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വേറെ ആയിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സൂപ്പറായിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന, ശരിക്കല്ല. നമ്മളിന്ന് വിചാരിച്ചപ്പോഴും സങ്കടപ്പെട്ടിരിക്കണം എന്നല്ല പറയാം. പക്ഷെ എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാവുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, സമീപനം, സ്നേഹം, ഇതൊക്കെ അനുഭവം അവിടെ നിന്നാണ് വരുന്നത്. യെസ്. അപ്പോൾ ഈ ഈശോയുടെ സ്നേഹത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ. ഒരു പാട്ട് പാടാം. തീർച്ചയായിട്ടും. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും, കൂരിരുളായാലും താഴ്വരയായാലും, എൻ കൂടെ ഇരിക്കുന്നോനേ, പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, എൻ പാറയാകുന്നവൻ,
എൻ പരിചയാകുന്നവൻ അവനെന്റെ യുവനീതിയേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നിതാ. ധീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നിതാ. ധീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നിതാ. ശരിക്കും ഈ പാട്ട് ഞാനിപ്പോൾ പാടാൻ കാരണം എന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈശോയുടെ അടുത്ത് ഈശോനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. രാത്രികൾ കരഞ്ഞു തുടങ്ങി. ഈ പാട്ടെന്ന് വെച്ചാൽ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്നാണ്. ശരിക്കും വചനം വീണ്ടും പറയുന്നില്ലേ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. ശരിക്കും നമുക്ക് വേണ്ടത് അതാണ്. തമ്പുരാൻ്റെ പദ്ധതി എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ നടക്കണേ. അങ്ങനെ ഞാൻ ആ രാത്രിയിലിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിപ്രഷനിലേക്ക് കടന്നു പോവുകയാണ്. എനിക്കൊന്നിനോടും താല്പര്യമില്ല. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ശരിക്കും ആ ഒരു സ്വരം ഞാൻ കേട്ടു, ആൻസ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. തമ്പുരാൻ പറഞ്ഞു, ആൻസ നീ ഇതൊന്നുമല്ല വേണ്ടേ, ഇതിലൊന്നുമല്ല. നോക്കിയാൻ നിന്നെ ഞാൻ നമ്മളെല്ലാവരും തമ്പുരാൻ തിരഞ്ഞെടുത്താൽ നോക്കിയാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ദൈവത്തിൻ്റെ ഒരു വിളിയായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസം ഈ കണക്കിൽ നിരത്തിയിട്ടൊന്നും തമ്പുരാൻ വീണില്ല. ആ ഓഫറിലൊന്നും ആ കാര്യത്തിലൊന്നും തമ്പുരാൻ വീണില്ല. രണ്ടാമത്തെ ഞാൻ എന്ത് പറയുക, എൻ്റെ ഫെയ്ത്തൊക്കെ പോയി. കാരണം ഞാൻ വിചാരിച്ചു നമ്മൾ പ്രാർത്ഥിക്കുന്നു, സ്വിച്ചിട്ട പോലെ സൗഖ്യം കിട്ടണം, ഇതായിരിക്കണം എൻ്റെ. ഞാനങ്ങനെ എനിക്ക് വെയിറ്റ് ചെയ്യണ പരിപാടിയൊന്നും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു സ്വിച്ചിട്ട പോലെ സംഭവം നടക്കണമെന്നായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ അറിയാമായിരുന്നു ഇങ്ങനൊരു ദൈവമൊന്നും ഇല്ല. സീരിയസ്ലി സാധാരണ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒത്തിരി യൂത്തും ഒത്തിരി ടീംസൊക്കെ ഞാൻ ഒത്തിരി കിട്ടണം, ചേട്ടാ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാറില്ല ചേട്ടാ എങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്റ്റോറി പറയും, എൻ്റെ ഈ കാര്യം പറയും. നോക്കിയാൽ പിറ്റേ ദിവസം ഞാൻ എന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റു, ഭയങ്കര ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. പക്ഷേ പഴയതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയായി. എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ സ്വെല്ലിംഗ് ആയി. ഇങ്ങനൊരു എനിക്ക് നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേനും അറിയാം ഇവിടെ ഇങ്ങനെ ഒരു നീര് പോലെ ഇങ്ങനെ. അന്ന് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സിറ്റുവേഷൻ വേഴ്സ്റ്റാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ അന്ന് അപ്പൻ പുറത്തായിരുന്നു. അപ്പൻ ഫോൺ വിളിച്ചിട്ട് അപ്പൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ലോകത്ത് എവിടെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായാലും, എൻ്റെ വീട് വിറ്റിട്ടാണെങ്കിലും എൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സങ്കടമാണ്. അതായത് ഞാൻ ആകെ ഭയങ്കര മിണ്ടണില്ല, ഒന്നുമില്ല. അപ്പം അപ്പൻ പറഞ്ഞൊരു സംഭവം ശരിക്കും അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞതും അത്രയും സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ തേർഡ് ഡേ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാതിരിക്കണം. ഞാൻ അവിടെ ഒരു ഈശോയുടെ ഒരു ചെറിയ രൂപമുണ്ട്. ഈ പ്രാർത്ഥിക്കാതിരിക്കുന്ന വീണ്ടും കാരണമുണ്ട്. വീണ്ടും എൻ്റെ ഉള്ളിൽ ഈ സെയിം തോന്നലുണ്ടായി, അൻസാ നീയായിട്ടില്ല, നീ പറഞ്ഞിട്ടില്ല. അങ്ങനെ തേർഡ് ഡേ ഞാൻ അവിടെ ഒരു ഈശോയുടെ രൂപമുണ്ട്, തിരുഹൃദയത്തിൻ്റെ. ആ രൂപം ഞാൻ റൂമിൽ വെച്ച് രാത്രിയിൽ ഒരു മെഴുതിരി കത്തിച്ച് ഞാൻ അതിന് മുന്നിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ തോറ്റു. എൻ്റെ പ്രാർത്ഥന സിമ്പിളായിരുന്നു. ഞാൻ ഭയങ്കര വലിയ പ്രാർത്ഥനയൊന്നും നടത്തില്ല. ഞാൻ മുട്ടയെ കുത്തിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ തോറ്റു, ഞാനൊന്നുമില്ല, ബിഗ് സീറോ ആണ്. പിന്നെയാണ് ഞാൻ ഈ പാട്ടിൻ്റെ വരിയിൽ ഞാൻ ഈശോയോട് പറഞ്ഞത്, നിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമ്പുരാൻ്റെ ഹിതം ഇവിടെ ആയിരുന്നില്ല. അതായത് ഇവിടെ നിർത്താനായിരുന്നില്ല, ഓരോ സ്ഥലത്തുനിന്ന് മാറ്റി എനിക്ക് തോന്നുന്നു അനേകം രാജ്യങ്ങളിലേക്ക് തമ്പുരാൻ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം ഈശോ തന്നത്, ഈ അനുഭവത്തിലൂടെ ഈശോ കടത്തിക്കൊണ്ട് പോയതേ, ഈ ഇത്രയും വലിയൊരു സാക്ഷ്യം ഈശോയ്ക്ക് നൽകാൻ വേണ്ടിയാണെന്നുള്ളതേ, അതൊരു ഈശോ സംഭവം തന്നെയല്ലേ. സത്യം. കാരണം അതിനുശേഷമാണ് ഞാൻ ആ കുരിശിൻ്റെ മാറിൽ എന്ന് പറഞ്ഞ ഞാൻ ഫസ്റ്റ് പാടിയ പാട്ട്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചു, ശരിക്കും ഞാൻ കുറഞ്ഞു. ശരിക്കും യോഹന്നാന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ശരിക്കും അതാണ് നടക്കണ്ടേ. ഞാൻ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്തു. ഞാൻ ദൈവത്തിൻ്റെ തിരുമുറിവിനാൽ, ശരിക്കും വചനം വീണ്ടും പറയുന്നില്ലേ, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി, നമ്മൾ സൗഖ്യപ്പെട്ടു എന്ന് പറയണേ. പിന്നെ ഞാൻ എന്തിനെ പേടിക്കണേ? ഞാൻ ഇറങ്ങി, പ്രോഗ്രാമിന് ഇറങ്ങി. എനിക്ക് തോന്നുന്നു എനിക്ക് അനേകം വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് സൗണ്ട് എങ്ങനെയാണ് വരണേന്ന് ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്ത് പോയിട്ടില്ല. എൻ്റെ അടുത്ത് 1 മാസം കഴിയുമ്പോൾ ഒരു റിവ്യൂവിന് വരണം എന്ന് പറഞ്ഞു. ഞാൻ റിവ്യൂവിന് പോയില്ല. ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഇതിൻ്റെ അപ്പുറത്ത് ദൈവം സ്റ്റിൽ ജീവിക്കുന്നുണ്ട്. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ ലൈഫിൽ മുഴുവൻ തീരുമാനമെടുത്തു, എനിക്ക് തമ്പുരാൻ്റെ ഒരു പരിപാടി വന്നാൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ വന്നു കഴിഞ്ഞാൽ, മ്യൂസിക് മിനിസ്ട്രിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യണം എന്നൊരാഗ്രഹത്തിലൊരു ശുശ്രൂഷ വന്നു കഴിഞ്ഞാൽ, പ്രയോറിറ്റി എന്ന് പറയാനും പറ്റില്ല, അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഒന്നിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഈശോയ്ക്ക് വേണ്ടിയുള്ള, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വലിയ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ.
അതെ അതെ. തീർച്ചയായിട്ടും ഇനി ഒരുപാട് ഗാനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി പാടാനും ഈ ഒരു തൊണ്ട അല്ലെങ്കിൽ ഈശോയുടെ ഈ ഒരു സ്വരം ഉപയോഗിച്ച് ഈശോനെ ഒത്തിരി മഹത്വപ്പെടുത്താൻ ആമേൻ. ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒത്തിരി നന്ദി ചേട്ടാ. താങ്ക് യു. താങ്ക് യു. താതനാം ദൈവമേ, നാഥനാം യേശുവേ, താതനാം ദൈവമേ, നാഥനാം യേശുവേ, ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മശിഹാനാഥ, ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മശിഹാനാഥ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ ആമേൻ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ ആമേൻ. ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മശിഹാനാഥ, ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മശിഹാനാഥ.